ഡെറാഡൂണിൽ സൈനിക പരിശീലന ക്യാമ്പിൽ പരിശീലനത്തിനിടെ മരിച്ച ജവാൻ ബാലുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം പാപ്പനംകോട്ട് വീട്ടിലാണ് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. അജ്മൽ ദിറാർ വിവരങ്ങൾ നൽകും. അജ്മൽ, ബാലുവിന്റെ വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണോ നാട്ടുകാരും ബന്ധുക്കളും ഉള്ളത്? എപ്പോഴാണ് സംസ്കാരം? ദിവ്യ, ബുധനാഴ്ചയാണ് ഡെറാഡൂണിൽ മലയാളി ജവാനായിട്ടുള്ള ബാലു പരിശീലനത്തിനിടെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ അടുത്തിടെയാണ് പരിശീലനം അതിനായിട്ടുള്ള ആവശ്യത്തിനായിട്ട് എത്തിയിരുന്നത്. അദ്ദേഹം രാജസ്ഥാനിലെ ജയ്പൂരിൽ ഹവിൽദാറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇപ്പോ വകുപ്പ് തല പരീക്ഷ എഴുതി ലഫ്റ്റനന്റ് പദവിക്കായുള്ള പരിശീലനത്തിനാണ് ഡെറാഡൂണിലെ സൈനിക അക്കാദമിയിൽ എത്തിയത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പരിശീലനത്തിനിടെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരുടെയും കളക്ടർ അനുകുമാരിയുടെയും നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങുകയും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തിച്ച മൃതദേഹത്തിന് സൈനിക ബഹുമതികളോടെ പൊതുദർശനത്തിന് ശേഷം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. 35-കാരനായ ബാലുവിന്റെ വിയോഗ വാർത്തയിൽ നാടുനടങ്കം ദുഃഖത്തിലാണ്. ഇപ്പോ വീട്ടിലെത്തിച്ച മൃതദേഹം പൊതുദർശനം തുടരുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തൈക്കാട് ശാന്തി കവാടത്തിൽ സൈനിക ബഹുമതികളോടെ തന്നെ സംസ്കാരം നടക്കുമെന്നാണ് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ദിവ്യ, അജ്മൽ ദിറാറാണ് വിശദാംശങ്ങൾ നൽകിയത്.